ഭൂമിദേവി തുടരുകയാണ് മഹാരാജാവിനോട് ഉള്ള തൻ്റെ അഭ്യർത്ഥന. മഹാരാജാവേ, സ്ത്രീകൾ അപരാധികളാണെങ്കിൽ പോലും സാമാന്യ ജനങ്ങൾ അവരെ പ്രഹരിക്കാറില്ല, തീർച്ച. അപ്പോൾ പിന്നെ ദീനവത്സലനും കാരുണ്യവാനുമായ അങ്ങയെപ്പോലുള്ളവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്ത്രീകൾ തെറ്റ് ചെയ്താൽ പോലും അവരെ ഉപദ്രവിക്കാറില്ല. കാരണം ഈ ഒരു ബഹുമാനമുള്ളത് കൊണ്ടാണ്, വംശമാതാവാണ് എന്ന ബഹുമാനമുള്ളത് കൊണ്ടാണ്. ജീവന്റെ തുടുപ്പിനെ പേറി അതിനെ പ്രസവിച്ച് വംശത്തെ നിലനിർത്തുന്നത് സ്ത്രീയാണ്. അതുകൊണ്ട് സ്ത്രീ സർവദാ ആരാധ്യയാണ്. സ്ത്രീയെ സാമാന്യ ജനങ്ങൾ പോലും ഉപദ്രവിക്കാറില്ല. കാലം മാറി. ഇപ്പം ഇങ്ങനെയൊന്നുമല്ല. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആരെ കിട്ടിയാലും ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അതിന് സ്ത്രീയും പുരുഷനൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം വികസിച്ച് 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 നമ്മൾ വളരെ സങ്കുചിതരായി തീർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വൈരുദ്ധ്യം. വികാസം വേണ്ടത് പുറത്താണോ, വികാസം വേണ്ടത് അകത്താണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം, ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ചോദ്യം. മഹാരാജാവേ, സ്ത്രീകൾ അപരാധികളാണെങ്കിൽ പോലും സാമാന്യ ജനങ്ങൾ അവരെ പ്രഹരിക്കാറില്ല, തീർച്ച. അപ്പോൾ പിന്നെ ദീനവത്സരനും കാരുണ്യവാനുമായ അങ്ങയെപ്പോലുള്ളവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സാമാന്യ ജനങ്ങൾ പോലും അങ്ങനെ ചെയ്യല. ധർമ്മജ്ഞനായ അങ്ങ് അപ്പോൾ അത് ചെയ്യില്ലല്ലോ. സമാധാനിക്കുകയും കൂടെ ചെയ്യുകയാണ്, ഉറപ്പിക്കുകയാണ് ചെയ്യില്ല എന്നുള്ളത്. തന്നെയുമല്ല, എന്നിലാണല്ലോ ഈ ലോകം പ്രതിഷ്ഠിതമായിട്ടുള്ളത്. ഒരിക്കലും ജീർണിക്കാത്തതും കേടുവരാത്തതുമായ കപ്പലായി സ്ഥിതി ചെയ്യുന്ന എന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങും നിറഞ്ഞ വെള്ളം മാത്രമേ ഉണ്ടാവൂ. ആ വെള്ളത്തിൽ അങ്ങയെയും അങ്ങയുടെ പ്രജകളെയും എങ്ങനെ നിലനിർത്താനാകും? ഭൂമി ചോദിക്കുന്ന എക്കാലത്തെയും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഭൂമി ചോദിക്കുകയാണ്. അന്ന് പൃഥുമഹാചക്രവർത്തിയോടാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ന് ജനങ്ങളാണ് രാജാവ്. ജനാധിപത്യ നാട്ടിൽ ജനങ്ങളാണ് രാജാവ്. ജനങ്ങളായ എന്നോടും നിങ്ങളോടും ഭൂമിയിലേക്ക് ചോദിക്കുകയാണ്, എന്നിലാണല്ലോ ഈ പറയുകയും ചോദിക്കുകയും കൂടി ചെയ്യുകയാണ്, എന്നിലാണല്ലോ ഈ ലോകം പ്രതിഷ്ഠിതമായിട്ടുള്ളത്, ഈ ഭൂമിയിലാണല്ലോ ഈ മുഴുവൻ വികാസങ്ങൾ നിലനിൽക്കുന്നത്. ഒരിക്കലും ജീർണിക്കാത്തതും കേടുവരാത്തതുമായ കപ്പലായി സ്ഥിതി ചെയ്യുന്ന എന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങും നിറഞ്ഞ വെള്ളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രളയം ഉണ്ടാകും. എന്നെ നശിപ്പിച്ചാൽ ഞാനാണ് നിങ്ങൾക്ക് ആധാരമായി വർത്തിക്കുന്നത്. നിങ്ങൾ എൻ്റെ ആധാരമല്ല. ഞാനുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ, നിങ്ങളില്ലെങ്കിലും ഞാനുണ്ടാവും. അതുകൊണ്ട് ജീർണിക്കാത്തതും കേടുവരാത്തതും ആയിട്ടുള്ളൊരു കപ്പലാണ് ഞാൻ. നിങ്ങൾ വന്നു പോകുന്നതിനുള്ള ഒരിടമാണ്. യാത്രക്കാര് വരുന്നവരും പോകുന്നവരുമാണ്. അങ്ങനെ വരുന്നവരും പോകുന്നവരുമായ യാത്രക്കാരായ ജീവജാലങ്ങളെ മുഴുവൻ അവരുടെ ജീവിത യാത്രയിൽ കൊണ്ടുപോകുന്നത് കപ്പലായ ഞാനാണ്. ഞാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ ഇല്ലാണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കും? ഈ ചോദ്യം അന്ന് മാത്രമല്ല ഇന്നും പ്രസക്തമാണ്. ഇന്ന് എൻവയറമെന്റൽ പൊല്യൂഷൻ അതിൻ്റെ മാക്സിമത്തിൽ നടക്കുന്ന കാലഘട്ടത്തിൽ ശ്വസിക്കുവാൻ ഈശ്വരൻ സൗജന്യമായി തന്ന വായുവിനെ പോലും സ്വാർത്ഥത കൊണ്ട് കലുഷിതമാക്കുന്ന കാലഘട്ടത്തിൽ അമൂല്യമായതെല്ലാം സൗജന്യമാണ് ലോകത്ത്. വിലയിട്ട് പറയുന്നതൊക്കെ മൂല്യമില്ലാത്തത് കൊണ്ടാണ് അതിന് വിലയിടുന്നത്. അമൂല്യമായതിന് വിലയിടണ്ട, വിലയിടാൻ പറ്റുകയുമില്ല. അത് സൗജന്യവുമാണ്. ഈ ലോകത്തെ അമൂല്യമായതാണ് വായു. അതില്ലാതായ അപ്പം അറിയാം. വെള്ളം, അതുപോലെ മറ്റു പലതും പ്രകൃതി നമുക്ക് സൂര്യരശ്മികൾ, മഴവെള്ളം, മഞ്ഞുതുള്ളികൾ, ഈ ഭൂമിയുടെ അപാരമായിട്ടുള്ള സൗന്ദര്യം, ഇതൊക്കെ സൗജന്യമാണ്. അമൂല്യമായത് സൗജന്യമാണ്. സൗജന്യമല്ലാത്തത് അമൂല്യമായതല്ല. നമ്മൾ എന്തിനെങ്കിലും ഒന്നിന് മൂല്യത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൽപ്പിക്കുന്ന മൂല്യത മാത്രമാണ്. വാസ്തവത്തിൽ മൂല്യതയുള്ളതല്ല.
അമൂല്യമായതിന് വിലയിടാൻ പറ്റില്ല. അത് സൗജന്യമായതാണ്. കാറ്റുപോലെ, വെളിച്ചം പോലെ, വെള്ളം പോലെ, പ്രകൃതിയുടെ ഭംഗി പോലെ അത് അമൂല്യവും സൗജന്യവും. അപ്പോ ഭൂമിദേവി തരുന്നതെല്ലാം സൗജന്യമാണ്. എന്തെങ്കിലും ഒരു വ്യക്തിട്ടാൽ സൗജന്യമായിട്ടാണ് അതിനെ മുളപ്പിച്ചു തരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ച മനുഷ്യന് കപ്പ കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഭൂമിദേവി ഒരിക്കലും നമ്മളോട് കപ്പ ചോദിക്കാറില്ല. വിതയ്ക്കുന്നതെല്ലാം മിക്കവാറുമല്ല, വേണ്ട സ്ഥലത്താണ് വിതയ്ക്കുന്നതെങ്കിൽ അത് മുളപ്പിച്ചു തരും. അമൂല്യമായ ജീവനെ നിലനിർത്തുന്നത് സൗജന്യമായിട്ടാണ് ഭൂമി. ഈ ഭൂമി എങ്ങാനും ഈ കുറച്ച് നിമിഷങ്ങൾ സമരത്തിലേക്ക് പോയാൽ തീർന്നു ഇവിടുത്തെ ജീവരാശിയുടെ കഥ. അപ്പം അമൂല്യമായ ജീവന്റെ ആധാരമാണ്, ഈ ജീവൻ പ്രതിഷ്ഠിതമായിട്ടുള്ളത് ഈ ഭൂമിയിലാണ്. ഇതിനെ നശിപ്പിച്ചാൽ പിന്നെ വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രജകൾക്കും നിലനിൽക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? വെള്ളത്തിൽ ശ്വസിക്കാൻ സാധിക്കുമോ? കാറ്റ് കൊള്ളാൻ സാധിക്കുമോ? വെളിച്ചമുണ്ടോ വെള്ളത്തിൻ്റെ അടിയിൽ? അപ്പോൾ ഇതെല്ലാം ചിന്തിക്കേണ്ടതാണ്. അപ്പം വെള്ളം എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞാൽ അങ്ങയെയും അങ്ങയുടെ പ്രജകളെയും എങ്ങനെ നിലനിർത്താനാകും? സ്വയം നിലനിർത്താൽ മാത്രമേ മറ്റുള്ളവരെ നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങും ഇല്ലാണ്ടാവും. പിന്നെ എങ്ങനെ പ്രജാപരിപാലനം ചെയ്യും? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം ഇന്നും അനുരണനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ചോദ്യം എക്കാലത്തും ഭൂമിയെ ഭദ്രമായി പരിപാലിക്കപ്പെടുന്നത് വരെ ഈ ചോദ്യം എക്കാലത്തും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഭൂമിയുടെ ഈ ചോദ്യം നാം ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. നമ്മുടെ ഭരണാധികാരികളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഭൂമിദേവി ഏതുപോലെയാണോ വ്യാസഭഗവാൻ ഭൂമിദേവിയെ കൊണ്ട് ഭരണാധികാരിയായ പൃഥു മഹാരാജാവിനെ ഏതുപോലെയാണോ ചോദിപ്പിച്ചത്, അതേപോലെ നമ്മളും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളോട്. പൃഥു എന്ത് പറഞ്ഞു നമുക്ക് കേൾക്കാം. പൃഥുരുവാച, പൃഥു പറഞ്ഞു, അല്ലയോ വസുധേ, ദേഷ്യമൊക്കെ പോയി. ഈ കാര്യത്തിനാണ് ദേഷ്യം, അല്ലാണ്ട് വെറുതെ ദേഷ്യം ഉണ്ടാവില്ല. ആ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം കഴിഞ്ഞു. ഭൂമിദേവി വഴങ്ങാൻ തുടങ്ങുന്നു കണ്ട പൃഥു ശാന്തനായി. പൃഥു പറഞ്ഞു, അല്ലയോ പൃഥുരുവാച, പൃഥു പറഞ്ഞു, അല്ലയോ വസുധേ, എൻ്റെ ശാസനത്തെ ധിക്കരിക്കുകയാൽ നിന്നെ ഞാൻ വധിക്കാൻ പോവുകയാണ്. ശാന്തനായിട്ട് വളരെ കൂളായിട്ട് പറയാണ്, അല്ലയോ വസുധേ, എൻ്റെ ശാസനത്തെ ധിക്കരിക്കുകയാൽ നിന്നെ ഞാൻ വധിക്കാൻ പോവുകയാണ്. മുറപ്രകാരം യാഗത്തിൽ ഭാഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നീ പ്രജാക്ഷേമത്തിന് ഉതകുന്ന പ്രകാരത്തിൽ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നില്ലല്ലോ. നിന്നെ ഞാൻ ഇല്ലാതാക്കാൻ പോവാണ്. എന്താ കാരണം? നീ ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെയല്ലേ. ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെയായ ഒന്നിനെ ഇല്ലാണ്ടാക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഇല്ലാത്തതാണ്. അപ്പം ഭൂമിയെ ഓർമ്മിപ്പിക്കുക, നീ ഉണ്ട് എന്നുള്ളത് നിന്റെ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. പൃഥു മഹാരാജാവ് ഭംഗിയന്തരേണ ഓർമ്മിപ്പിക്കുകയാണ്. ശാന്തനായി. അപ്പോഴത്തേക്കും ഇത് ഒതുങ്ങിയെന്ന് കണ്ടപ്പം അദ്ദേഹം വസുധയോട് ഓർമ്മിപ്പിക്കണം, നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്. എന്താ കാരണം? നിന്നെ കൊണ്ടുള്ള പ്രയോജനമില്ല. പ്രയോജനമില്ലാത്തതിനെ കൊല്ലണ്ട, അത് ഓൾറെഡി മരിച്ചതിന് തുല്യമാണ്. എന്താ പ്രയോജനം? നീ എല്ലാം അങ്ങോട്ട് കൃത്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടില്ല. അതായത് യാഗത്തിൽ ഭാഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നീ പ്രജാക്ഷേമത്തിന് ഉതകുന്ന പ്രകാരത്തിൽ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നില്ലല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ ദൈവങ്ങളെ പോലെ എല്ലാം ഇങ്ങോട്ടേ ഉള്ളൂ, ഒന്നും അങ്ങോട്ടില്ല. ജനങ്ങൾ ഇടിച്ചു കയറി ഓരോന്നും ചോദിക്കുകയാണ്, അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ മുഴുവൻ ഐശ്വര്യ സമ്പത്തുകളോട് കൂടി മുന്നോട്ട് പോവുകയാണ്. ഭക്തജനങ്ങൾ ശുഷ്കരായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ അതൊക്കെ പ്രസക്തമായതാണ്. ഈ അങ്ങോട്ട് വാങ്ങിക്കൽ മാത്രമല്ല, ഇങ്ങോട്ടുണ്ടാവണം. ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചെയ്യാം. അപ്പൊ ഇവിടെ ചോദ്യം ചെയ്യുകയാണ്, യാഗത്തിൽ ഭാഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നീ പ്രജാക്ഷേമത്തിന് ഉതകുന്ന പ്രകാരത്തിൽ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നില്ലല്ലോ.
ദിവസം തോറും വയറ് നിറയെ പുല്ല് തിന്നിട്ട് അകിടിൽ നിന്ന് അല്പം പോലും പാല് ചുരത്താതിരിക്കുന്ന ഏതൊരു പശുവാണോ ആ പശുവിനെ ദണ്ഡിക്കുന്നത് തികച്ചും യുക്തം തന്നെ. യൂട്ടിലിറ്റേറിയൻ പൃഥു മഹാരാജാവ്. ഭൗതിക ജീവിതം യൂട്ടിലിറ്റേറിയൻ. ഇപ്പൊ അദ്ദേഹം പറയുകയാണ്, ദിവസം തോറും വയറ് നിറയെ പുല്ല് കൊടുക്കുക ഒരു പശുവിന്, ഒരു തുള്ളി പാല് പോലും ആ പശു കൊടുക്കുന്നില്ല. അതിനെ ദണ്ഡിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ഒന്ന് അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ടും വേണം. ഭൗതിക ജീവിതം അങ്ങനെയാണ്, ആധ്യാത്മികതയിൽ വേറെ. ഇത് പ്രജാപരിപാലന വിശക്കുന്നയാളുടെ കാര്യമാണ്. ഇവിടെ തത്വമൊന്നുമില്ല. ഇവിടെ മഹാവാക്യങ്ങൾ ഉരുട്ടിക്കൊടുത്താലൊന്നും അത് വിശപ്പ് മാറില്ല. അപ്പൊ വിശപ്പ് മാറാൻ ആവശ്യമായിട്ടുള്ളത് ചെയ്യണം. അപ്പൊ ഭൂമിയോട് പറയുന്നത്, നീ തിന്നു കൊഴുത്ത് പാല് തരാത്ത പശുവിനെ പോലെയാ. അപ്പൊ നിന്നെ ദണ്ഡിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ദിവസം തോറും വയറ് നിറയെ പുല്ല് തിന്നിട്ട് അകിടിൽ നിന്ന് അല്പം പോലും പാൽ ചുരത്താതിരിക്കുന്നത് ഏതൊരു പശുവാണോ ആ പശുവിനെ ദണ്ഡിക്കുന്നത് തികച്ചും യുക്തം തന്നെ. പശുവാണ് എന്നുള്ളത് കൊണ്ട് ദണ്ഡിക്കാതിരിക്കുമെന്നും വേണ്ടതാണ്. പശുവിനെ ദണ്ഡിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇതൊരു യൂട്ടിലിറ്റേറിയൻ വ്യവസ്ഥിതിയാണ്. ജനങ്ങളുടെ ഉപജീവനത്തിന് ആവശ്യമായ ധാന്യങ്ങളുടെയും മറ്റും ഉൽപാദനത്തിന് വേണ്ടുന്ന ഔഷധികളുടെ വിത്തുകൾ പ്രപഞ്ചകർത്താവായ ബ്രഹ്മദേവൻ നിന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അവയൊക്കെയും നീ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലാതെ ഒന്നും പുറത്തേക്ക് വിടുന്നില്ലല്ലോ. സ്വാർത്ഥമതിയായ നീ വീണ്ടു വിചാരമില്ലാത്തവളും മന്ദബുദ്ധിയുമാണ്. ഇപ്രകാരമുള്ള നിന്നെ വധിക്കാതിരിക്കുന്നത് എങ്ങനെ? ഭൂമിദേവിയെ പേടിപ്പിക്കുക പറയാണ്, ജനങ്ങളുടെ ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളുടെയും മറ്റും ഉത്പാദനത്തിന് വേണ്ടുന്ന ഔഷധികളുടെ വിത്തുകൾ പ്രപഞ്ചകർത്താവായ ബ്രഹ്മദേവൻ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ബ്രഹ്മദേവൻ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുക. സ്വാർത്ഥമതിയായ നീ അതിനെ ഒന്നും പുറത്തു വിടാതെ അകത്തൊതുക്കിയിരിക്കുകയാണ്. അപ്പൊ നിന്നെ പിന്നെ കൊല്ലാതിരിക്കുന്നതിൽ എന്താ? കാരണം നിന്നെ കൊണ്ടുള്ള പ്രയോജനം, നിന്റെ ധർമ്മം നീ അനുഷ്ഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ഉപജീവനത്തിന് ആവശ്യമായ ധാന്യങ്ങളുടെയും മറ്റു ഉൽപാദനത്തിന് വേണ്ടുന്ന ഔഷധികളുടെ വിത്തുകൾ പ്രപഞ്ചകർത്താവായ ബ്രഹ്മദേവൻ നിന്നെ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അവയൊക്കെയും നീ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലാതെ ഒന്നും പുറത്തേക്ക് വിടുന്നില്ലല്ലോ. സ്വാർത്ഥമതിയായ നീ വീണ്ടു വിചാരമില്ലാത്തവളും മന്ദബുദ്ധിയുമാണ്. ഇപ്രകാരമുള്ള നിന്നെ വധിക്കാതിരിക്കുന്നത് എങ്ങനെ? ദുസ്സഹമായ വിശപ്പ് ബാധിച്ച് ദുഃഖിതരായിരിക്കുന്ന പ്രജകളുടെ പരിദേവനത്തെ എന്റെ ശരങ്ങളാൽ ഛിന്ന ഭിന്നമാക്കപ്പെട്ട നിന്റെ മേധസ്സുകൊണ്ട് ശമിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറയാ, നിന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നിന്നെ അങ്ങ് തട്ടിക്കളയാം, എന്നിട്ടോ നിന്റെ മേധസ് കൊണ്ട് മാംസമൊക്കെ കൊണ്ട് അവരുടെ പട്ടിണിയെങ്കിലും മാറ്റാം. അതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. തന്നെത്താൻ മാന്യനായി കരുതുന്നവനും നികൃഷ്ടനും ജീവികളിൽ കരുണ കാണിക്കാതെ അവരെ ഉപദ്രവിക്കുന്നവനും ആര് തന്നെയായാലും, പുരുഷനോ സ്ത്രീയോ നപുംസകമോ ആരായാലും അവരെ വധിക്കേണ്ടത് രാജധർമ്മമാകുന്നു. ലോകക്ഷേമത്തിനുള്ള ആ വധം ദോഷകരമല്ല. നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീ അപരാധികളാണെങ്കിൽ പോലും സാമാന്യ ജനങ്ങൾ പോലും ഉപദ്രവിക്കാറില്ല. ഇപ്പൊ രാജാവായ നിങ്ങളോ, രാജാവ് ഇവിടെ അതിന് മറുപടി പറയാണ്, അങ്ങനെയൊന്നുമില്ല, തെറ്റ് ചെയ്താൽ ആരായാലും ഒരേപോലെയാണ്. തന്നെത്താൻ മാന്യനായി കരുതുന്നവനും നികൃഷ്ടനും ജീവികളിൽ കരുണ കാണിക്കാതെ അവരെ ഉപദ്രവിക്കുന്നവനും ആര് തന്നെയായാലും. തന്നെത്താൻ മാന്യനായി കരുതുന്നവനും. അപ്പൊ ആരാ മാന്യനായി കരുതേണ്ടത്? മറ്റുള്ളവരാണ് നമ്മളെ മാന്യനായിട്ട് വാഴ്ത്തേണ്ടതും കരുതേണ്ടതും. ഇപ്പൊ അതില്ല. ഇപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവരവരുടെ മാന്യത അവരവർ തന്നെ ഉച്ചസ്ഥലം ഘോഷിക്കുകയാണ്. അങ്ങനെ ഘോഷിച്ചാലേ ഗുണമുള്ളൂ എന്ന തരത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഭാരതീയ സംസ്കൃതിയുടെ ജീവനമല്ല. തന്നെത്താൻ മാന്യനായി കരുതുകയാണ്. തന്റെ മാന്യത താനിങ്ങനെ വിളംബരം ചെയ്യുകയാണ്. അയാൾ നികൃഷ്ടനും കൂടിയാണ്. തന്നെത്താൻ മാന്യനായി കരുതുന്നവനും നികൃഷ്ടനും രണ്ടുപേരും ഒരേ ആൾക്കാരാണ്. നികൃഷ്ടൻ എന്ന് പറഞ്ഞാൽ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നയാൾ. നികൃഷ്ടനും ജീവികളിൽ കരുണ കാണിക്കാതെ അവരെ ഉപദ്രവിക്കുന്നവരും. മനുഷ്യരിൽ മാത്രമല്ല, സകല ജീവികളോടും കാരുണ്യമുണ്ടാവണം. ഇപ്പൊ വെറുതെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നായ അതിലെ
പോയാൽ കല്ലെടുത്ത് എറിയും. അത് കാരുണ്യമില്ലാത്തത് കൊണ്ടാണ്. വെറുതെ കൊത്തിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്ന കിളികളെ കല്ലെടുത്തെറിയുക, വെറുതെ പോകുന്ന ഉറുമ്പ് കൊതുക് തന്നെ കടിച്ചേക്കുമോ എന്ന് വിചാരിച്ച് അതിനെ തട്ടുക, നിപ്പ പരത്തുമോ എന്ന് ഭയന്ന് വവ്വാലുകളെ ഇല്ലാതാക്കുക. ഞാനും എൻ്റെ ആൾക്കാർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാത്തിനെയും ഇല്ലാതാക്കുക, അത് കാരുണ്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരെയൊക്കെ വധിക്കണം എന്നാണ് പറയുന്നത്. പുരുഷനോ സ്ത്രീയോ നപുംസകമോ സമത്വമാണ്. അവിടെ രാജാവിന് ലിംഗഭേദമൊന്നുമില്ല. അവരെ വധിക്കേണ്ടത് രാജധർമ്മമാണ്. ലോകക്ഷേമത്തിനായുള്ള ആ വധം ദോഷകരമല്ല. സാധാരണഗതിയിൽ സ്ത്രീകളെ കൊല്ലാൻ പാടില്ല. അദ്ദേഹവും കൊല്ലൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് പേടിപ്പിക്കുന്നത്. അദ്ദേഹം പറയാണ്, നീ ഉയർത്തിയ ന്യായവാദമൊന്നും എനിക്ക് വാദകല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള ന്യായവാദങ്ങൾ ഉണ്ട്. ദുരഹങ്കാരിയും ഗർവിഷ്ഠയും കപടഗോരൂപധാരിണിയുമായ നിന്നെ ശരങ്ങൾ കൊണ്ട് എൺമണിപ്രായത്തിൽ നുറുക്കി ജലമയമായി ഭവിക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ യോഗപ്രഭാവത്താൽ എല്ലാ ജീവജാലങ്ങളെയും ഞാൻ തന്നെ ധരിക്കും. രാജാവ് പറയുകയാണ്, രാജാവ് സ്വന്തം പ്രഭാവത്താലാണ് ലോകത്തെ ധരിക്കുക. രാജാവ് പറയുകയാണ്, ദുരഹങ്കാരിയും ഗർവിഷ്ഠയും കപടഗോരൂപധാരിണിയുമായ നീ എനിക്ക് പശുവൊന്നുമല്ല, നീ പശുവിന്റെ വേഷം കെട്ടി നടക്കുന്നവളാണ്. അതുകൊണ്ട് നിന്നെ കൊന്ന പശുവിനെ കൊല്ലുന്ന പാപമൊന്നുമില്ല. ദുരഹങ്കാരിയും ഗർവിഷ്ഠയും. എന്താ ദുരഹങ്കാരി? നീ നിന്നിലിട്ട വിത്തുകളൊന്നും നീ മുളപ്പിക്കുന്നില്ല. നീ എന്തോ ഭയങ്കരിയാണ്, ഞാനില്ലെങ്കിൽ ലോകമില്ല എന്നൊക്കെയാണ് നീ വിചാരിക്കുന്നത്. ഗർവിഷ്ഠയും കപടഗോരൂപധാരിണിയുമായ നിന്നെ ശരങ്ങൾ കൊണ്ട് എൺമണിപ്രായത്തിൽ തവിട്ട് പൊടിയാക്കി കളയും ഞാൻ എൻ്റെ ശരങ്ങൾ കൊണ്ട് നുറുക്കി ജലമായ. അപ്പം നിന്നെ തവിട്ട് പൊടിയാക്കിയാൽ എന്ത് സംഭവിക്കും? ജലമയമായി തീരും ഈ ലോകം. ജലമയമായി ഭവിക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ യോഗപ്രഭാവത്താൽ, ഈശ്വരാംശമാണ്, എൻ്റെ യോഗപ്രഭാവത്താൽ എല്ലാ ജീവജാലങ്ങളെയും ഞാൻ തന്നെ ധരിക്കും. എന്നെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവരെയും ഞാൻ രക്ഷിക്കും. ആ ഒരു ഉത്തമ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ജനനായകനാകാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ പ്രജാപരിപാലനത്തിനായി ഏതറ്റം വരെയും താൻ പോകും എന്ന ഉറപ്പോടുകൂടി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രജാപരിപാലകനാകാൻ സാധിക്കുകയുള്ളൂ. പ്രജാപരിപാലനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും തവിട് പൊടിയാക്കുവാനുള്ള മനക്കരുത്തുണ്ടാകണം. അത് ഇദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പറയണം. അതുകൊണ്ട് ഇത് മുഴുവൻ ജലമയമാകും, അപ്പൊ നീ ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിൽക്കും എന്നൊന്നും നീ പറയണ്ട. എൻ്റെ യോഗപ്രഭാവം കൊണ്ട്. കാരണം ഞാനാരാ? ഞാൻ ശ്രീഹരിയുടെ അംശാവതാരമാണ്. സ്വേച്ഛയാ ശ്രീഹരി അവതരിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ യോഗപ്രഭാവം കൊണ്ട് ഞാൻ എന്നെയും ഈ പ്രജകളെയും നിലനിർത്തും. ഇങ്ങനെ പറഞ്ഞ് ദുസ്സഹമായ ക്രോധത്തെ പ്രകടമാക്കുന്ന രൂപത്തോടു കൂടി അന്തകനെ പോലെ നിൽക്കുന്ന ചക്രവർത്തി. ഇദ്ദേഹം ശാന്തനായിട്ടില്ല സത്യത്തിൽ. ഇതിങ്ങനെ ഒന്ന് അല്ലയോ വസുധേ എന്ന് വിളിച്ചപ്പോൾ ഒന്ന് ശാന്തനായി. പിന്നെ ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വീണ്ടും കയറി വന്നു. ദേഷ്യം ഒന്ന് ശമിച്ചെങ്കിലും പിന്നീട് അത് വീണ്ടും രൗദ്രഭാവത്തിലേക്ക് വന്നു. ഇങ്ങനെ പറഞ്ഞ് ശരണ്യനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു, അങ്ങ് എന്നെയും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒന്ന് ശാന്തനായി. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിലെ കോപം ഉജ്ജ്വലിക്കാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞ് ദുസ്സഹമായ ക്രോധത്തെ പ്രകടമാക്കുന്ന രൂപത്തോടു കൂടി അന്തകനെ പോലെ നിൽക്കുന്ന ചക്രവർത്തിയെ കണ്ടിട്ട് ഭയഭീതയായി അടിമുടി വിറച്ചുകൊണ്ട് ഭൂമിദേവി നമസ്കരിച്ചു. ശിരസിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഈ രാജാവിന് എന്താ വീണ്ടും ദേഷ്യം വരാൻ കാരണം? ഇവളൊന്ന് ശാന്തമായപ്പോൾ രാജാവും ശാന്തനായി. പക്ഷെ വീണ്ടും തൻ്റെ കർത്തവ്യ ബോധമുണർന്നപ്പോൾ അദ്ദേഹത്തിലുള്ള ധാർമ്മിക രോഷം കത്തിജ്വലിച്ചു. പറഞ്ഞു ദേഷ്യം വരുമല്ലോ. ഒന്ന് സമാധാനിപ്പിച്ച് വിട്ടാലും കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ദേഷ്യം വരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതുപോലെ അദ്ദേഹത്തിന്റെ ആ ദുസ്സഹമായ ക്രോധം. എന്താ ഇദ്ദേഹത്തിന്റെ ദുസ്സഹമായ കോപം? നീ ഇല്ലെങ്കിൽ എങ്ങനെയാ നിലനിൽക്കുക എന്നൊക്കെ ചോദിച്ചില്ലേ? അതൊക്കെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തതാണ്. ദുസ്സഹമായ ക്രോധത്തെ പ്രകടമാക്കുന്ന രൂപത്തോടു കൂടി അന്തകനെ പോലെ നിൽക്കുന്ന ചക്രവർത്തിയെ കണ്ടിട്ട് ഭയഭീതയായി അടിമുടി വിറച്ചുകൊണ്ട് ഭൂമിദേവി നമസ്കരിച്ചു. ശിരസിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു,
സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്പർശമില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനും സ്വരൂപാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവനും പരമപുരുഷനുമായ അങ്ങേക്ക് നമസ്കാരം. സ്വമായാവൈഭവത്താൽ ഇപ്രകാരമുള്ള ഏതെല്ലാം മൂർത്തിരൂപങ്ങളെ അവിടുന്ന് സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അങ്ങാണെങ്കിലോ ഗുണാതീതനായ പരബ്രഹ്മവും പഞ്ചമഹാഭൂതങ്ങളുടെ സമഞ്ജസമായ സമ്മേളനത്താൽ ഉണ്ടാകുന്ന ദേഹത്തിലും ക്രിയാരൂപത്തിലുള്ള ഇന്ദ്രിയങ്ങളിലും അവയുടെ നിയാമകന്മാരായ ദേവതകളിലും എന്റേതെന്നോ ഞാനെന്നോ ഉള്ള ഭാവമോ മോഹമോ ഇല്ലാതെ നിഷ്ക്രിയനും നിർവികാരനുമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. ഭൂമിദേവി അദ്ദേഹത്തിന്റെ ദിവ്യത്വത്തെ തിരിച്ചറിയുകയാണ്. ജീവിത സാഹചര്യങ്ങൾ ഞെരുക്കി മറ്റൊരു വഴിയുമില്ലാതെയാകുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു വഴി പോലെ തിരിച്ചറിവുണ്ടാവുകയാണ് ഭൂമിദേവി. അത് നമുക്ക് ബാക്കി ഒന്നും കൂടി വിശദീകരിച്ച് അടുത്ത പ്രാവശ്യം കേൾക്കാം.